തപാൽ മാസ്റ്റർ. അയാൾ ആദ്യമായി ഉദ്യോഗത്തിൽ പ്രവേശിച്ചതു തന്നെ ഉലാപുരത്തെ തപാൽ മാസ്റ്റർ ആയിട്ടാണ്. പറയത്തക്ക പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു കുഗ്രാമമാണ് അത്. നീലം ഉണ്ടാക്കുന്ന ഒരു വ്യവസായശാല അതിനടുത്തുണ്ട്. അതിന്റെ ഉടമസ്ഥനായ സായിപ്പ് വളരെയെല്ലാം പാടുപെട്ടതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു തപാലാപ്പീസ് തന്നെ അവിടെ ഉണ്ടായത്. ഒരു തനി കൽക്കത്തക്കാരനായിരുന്നു നമ്മുടെ തപാൽ മാസ്റ്റർ. നഗരം വിട്ടു നാട്ടുമ്പുറത്തെത്തിയപ്പോൾ വെള്ളത്തിൽ നിന്ന് കരയിലെടുത്തിട്ട മത്സ്യത്തിനെന്ന പോലെ അയാൾക്കൊരു വീർപ്പുമുട്ടലുണ്ടായി. ഓലമേഞ്ഞതും ഇരുളടഞ്ഞതുമായ ഒരു 8 കെട്ടിനുള്ളിലായിരുന്നു തപാലാപ്പീസ്. അടുത്തൊരു കുളമുണ്ട്. അതു നിറയെ ചണ്ടിയാണ്. കുളത്തിന്റെ 4 വശവും കുറ്റിക്കാടുകളും. വ്യവസായശാലയിലെ ജോലിക്കാർക്കാണെങ്കിൽ വിശ്രമത്തിനുള്ള സമയം തന്നെ കിട്ടാറില്ല. അല്ലെങ്കിൽ തന്നെ അവരാരും മാന്യന്മാരുടെ സഹവാസത്തിന് പറ്റിയവരുമല്ല. വിശേഷിച്ച് കൽക്കത്ത മക്കളുടെ കഥ ഒന്ന് പ്രത്യേകമാണ്. വേണ്ട വിധത്തിൽ മറ്റുള്ളവരുമായി ഇണങ്ങിക്കഴിയുവാൻ അവർക്ക് അറിഞ്ഞുകൂടാ. പരിചയമില്ലാത്ത വല്ല സ്ഥലത്തും ചെന്നുപെട്ടാൽ അവർ ഒന്നുകിൽ അമ്പട ഞാനേ എന്ന ഭാവത്തിൽ അകന്നകന്നു നിൽക്കും, അല്ലെങ്കിൽ നാണം കുണുങ്ങികളായി ഒഴിഞ്ഞൊഴിഞ്ഞു മാറും. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്കും സ്ഥലവാസികളുമായി ഇണങ്ങിക്കൂടുവാൻ കഴിഞ്ഞില്ല. ഓഫീസ് ജോലിയാണെങ്കിൽ അധികമൊന്നുമില്ല താനും. അതിനാൽ നേരം പോക്കിനായി ഇടയുള്ളപ്പോഴെല്ലാം അയാൾ വല്ല കവിതയും എഴുതിക്കൊണ്ടിരിക്കും. പകൽ സമയം മുഴുവനും കാറ്റത്തിളകുന്ന തരുപല്ലവങ്ങളെയും ആകാശത്തിൽ സഞ്ചരിക്കുന്ന മേഘങ്ങളെയും നോക്കി നോക്കി ജീവിതം പരമാനന്ദമായി കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ രാത്രിയാകുമ്പോൾ അപ്രതീക്ഷിതമായി അറബിക്കഥയിലെ വല്ല ഭൂതവും ഓടിയെത്തി ഞൊടിയിട കൊണ്ട് ശാഖാപല്ലവപൂർണമായ ആ വൃക്ഷങ്ങളെല്ലാം വെട്ടിമാറ്റി പകരം ആ സ്ഥാനത്ത് പാതകൾ നിർമ്മിക്കുകയും വരിവരിയായി ആകാശം മുട്ടുമാറ് വലിയ വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തി മേഘങ്ങളുടെ കാഴ്ച തന്നെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറയ്ക്കുകയും ചെയ്യുകയില്ലെന്ന് ആർക്കറിയാം? അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അർദ്ധപ്രാണനായ ഈ കുലീന സന്താനം പുതിയ ഒരു ജീവിതം വീണ്ടും പ്രാപിക്കുമായിരിക്കും എന്നിങ്ങനെയുള്ള വിചിത്രങ്ങളായ ആശയങ്ങളാണ് അയാൾ ആ കവിതകളിലൂടെ വ്യക്തമാക്കുവാൻ ശ്രമിക്കുക. തപാൽ മാസ്റ്റർക്ക് കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമായിരുന്നു. അതിനാൽ അയാൾ തന്നെത്താൻ വെച്ചുണ്ണുവാൻ നിർബന്ധിതനായി തീർന്നു. അച്ഛനമ്മമാരില്ലാത്ത ഒരു അനാഥ ബാലിക അയാൾക്ക് സഹായത്തിനും കിട്ടി. അയാളുടെ വീട്ടുജോലികളെല്ലാം അവൾ ചെയ്യും. നക്കാപ്പിച്ച വല്ലതും ശേഷിക്കുന്നത് തിന്നിട്ട് തൃപ്തിപ്പെടുകയും ചെയ്യും. രത്നം എന്നാണ് പെൺകുട്ടിയുടെ പേർ. 12-13 വയസ്സ് പ്രായം. വിവാഹത്തിനുള്ള പരിതസ്ഥിതികളോ പ്രതീക്ഷകളോ അവൾക്ക് വിശേഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. സന്ധ്യാസമയങ്ങളിൽ ഗ്രാമത്തിലെ തൊഴുത്തുകളിൽ നിന്ന് പുകച്ചുരുളുകൾ ആകാശത്തിലേക്ക് ഉയരുമ്പോൾ, കുറ്റിക്കാടുകൾ തോറും ചീവീടുകൾ ഇരുന്നു ചിലയ്ക്കുമ്പോൾ, ലഹരി സാധനങ്ങളുടെ ഉപയോഗത്താൽ തലയ്ക്കു മത്തുപിടിച്ച ഗോസായികളുടെ സംഘം ഗ്രാമത്തിൽ എവിടെയോ ഇരുന്ന് കൈകൊട്ടും മൃദംഗവുമായി അത്യുച്ചത്തിൽ പാട്ടുകൾ പാടുമ്പോൾ, ഇരുട്ടു നിറഞ്ഞ കോലായിൽ തനിച്ചിരുന്ന് പുറമേയുള്ള വൃക്ഷലതാദികളുടെ മനോഹരമായ ചലനങ്ങൾ നോക്കി നോക്കി രസിക്കുന്ന ഏതൊരു കവിയുടെ ഹൃദയത്തിനും ഒട്ടൊരു ചലനം നൽകുവാൻ പര്യാപ്തമായ ആ മോഹനവേളയിൽ തപാൽ മാസ്റ്റർ മുറിക്കുള്ളിൽ കടന്ന് മൂലയിൽ മങ്ങി മങ്ങി കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന്റെ തിരി അല്പമൊന്ന് നീട്ടിയിട്ട് രത്നം എന്ന് വിളിക്കും. രത്നമാകട്ടെ ആ വിളി കേൾക്കുവാൻ കാത്തും കൊണ്ട് വാതിൽക്കൽ തന്നെ ഇരിക്കുകയായിരിക്കും. എങ്കിലും ആദ്യത്തെ വിളിക്കൊന്നും അവൾ മുറിയിലേക്ക് കയറി ചെല്ലുകയില്ല. പുറത്തു തന്നെ ഇരുന്നു കൊണ്ട് "എന്താ ബാബു, എന്തിനാ എന്നെ വിളിക്കണത്?" എന്ന് ചോദിക്കും. തപാൽ മാസ്റ്റർ: "നീ അവിടെ എന്തു ചെയ്യുകയാണ്?" രത്നം: "എനിക്ക് അടുപ്പിൽ തീ പൂട്ടാൻ വൈകി. അടുക്കളയിൽ." തപാൽ മാസ്റ്റർ: "നിന്റെ അടുക്കളപ്പണി എല്ലാം പിന്നെയാവാം. തൽക്കാലം എനിക്കൊന്ന് പുക വലിക്കാൻ തയ്യാറാക്കി തരൂ." അധികം താമസിയാതെ കവിൾ രണ്ടും വീർക്കുമാറ് ഊതിയൂതി ഹുക്കാക്കുഴലിൽ തീ പിടിപ്പിച്ചും കൊണ്ട് രത്നം മുറിയിലേക്ക് കയറി ചെല്ലുകയായി. അവളുടെ കയ്യിൽ നിന്നും ഹുക്ക വാങ്ങി തപാൽ മാസ്റ്റർ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കും. "ആകട്ടെ രത്നം, നിനക്കു നിന്റെ അമ്മയെ കണ്ട ഓർമ്മയുണ്ടോ?" ആ കഥ വളരെ നീണ്ടതാണ്.
ചിലതെല്ലാം അവൾക്ക് ഓർമ്മയുണ്ട്, ചിലതെല്ലാം ഓർമ്മയില്ല. അമ്മയേക്കാൾ കൂടുതലായി അവളെ സ്നേഹിച്ചിരുന്നത് അച്ഛനാണ്. അതിനാൽ അച്ഛന്റെ കാര്യം അവൾക്ക് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. അച്ഛൻ ദിവസവും പകലത്തെ പണിയെല്ലാം കഴിഞ്ഞ് സന്ധ്യയാവുമ്പോൾ വീട്ടിൽ മടങ്ങി വരും. അങ്ങനെയുള്ള സന്ധ്യകളിൽ 1-2 തെളിഞ്ഞ ചിത്രങ്ങൾ പോലെ അവളുടെ മനസ്സിൽ ഇന്നും മായാതെ കിടപ്പുണ്ട്. തപാൽ മാസ്റ്ററുടെ കാൽക്കലായി വെറും നിലത്ത് ഉറച്ചിരുന്നു കൊണ്ട് അവൾ അവയെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കും. അവൾക്ക് ഒരു അനുജനുണ്ടായിരുന്നു. പണ്ടൊരു മഴക്കാലത്ത് ഒരു ദിവസം 2 പേരും കൂടി ഒരു കുളക്കരയിൽ പോയി മരത്തിൽ നിന്നും ഒടിച്ചെടുത്ത ഒരു ചുള്ളിക്കമ്പിനെ ചൂണ്ടയാക്കി മത്സ്യം പിടിക്കുന്ന ഭാവത്തിൽ വളരെ നേരം ഇരുന്നു കളിച്ചിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഗൗരവമുള്ള എത്രയോ സംഭവങ്ങൾ വേറെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടോ ഈ ഒരു സംഗതിയാണ് അവൾക്ക് എപ്പോഴും ആദ്യമായി ഓർമ്മ വരിക. ഇങ്ങനെ പറഞ്ഞും കേട്ടും രാത്രി നേരം വളരെ വൈകിപ്പോയെന്നും വരും. മടി കാരണം തപാൽ മാസ്റ്റർ അന്നു പിന്നെ അത്താഴം വയ്ക്കാൻ കൂട്ടാക്കുകയില്ല. രാവിലത്തെ തണുത്ത കൂട്ടാൻ വല്ലതും ബാക്കിയിരിപ്പുണ്ടാവും. രത്നം എണീറ്റു പോയി ബന്ധപ്പെട്ട് അടുപ്പിൽ തീ പിടിപ്പിച്ച് എങ്ങനെയും കുറെ റൊട്ടിയും പൊരിച്ചു കൊണ്ടുവരും. ഇരുവരും കൂടിയിരുന്ന് അന്നത്തെ അത്താഴം അങ്ങനെ ഉപായത്തിൽ കഴിച്ചു കൂട്ടുകയും ചെയ്യും. ചില ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് ആ വലിയ 8 മൂലയ്ക്കലുള്ള മുറിയിൽ ഓഫീസ് വക ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് തപാൽ മാസ്റ്ററും തൻ്റെ വീട്ടുകാര്യങ്ങളെ പറ്റി സംസാരിക്കും. മറുനാട്ടിൽ ആരുമില്ലാത്ത ഒരു വീട്ടിൽ ഏകാകിയായിരിക്കുമ്പോൾ ആരുടെയും ഹൃദയത്തിൽ ഉത്കണ്ഠയുടെയും വേദനയുടെയും അലകൾ ഇളക്കിവിടാറുള്ള അമ്മ, അനുജൻ, ജ്യേഷ്ഠ സഹോദരി മുതലായ ബന്ധുജനങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി ആയിരിക്കും അയാളുടെ സംസാരം മുഴുവനും. തൻ്റെ മനസ്സിൽ നിരന്തരം ഉദിച്ചു പൊങ്ങുന്നവയും എന്നാൽ വ്യവസായശാലയിലെ ഗുമസ്ഥന്മാരോടും മറ്റും ഒരു തരത്തിലും തുറന്നു പറയുവാൻ നിവൃത്തിയില്ലാത്തവയുമായ അനേകം സംഗതികൾ അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത ആ പിഞ്ചു പെൺകുട്ടിയെ അയാൾ സവിസ്തരം പറഞ്ഞു കേൾപ്പിക്കും. അതിൽ വല്ല അസാംഗത്യവും ഉള്ളതായി അയാൾ സംശയിക്കുക പോലുമില്ല. ഇങ്ങനെ അവർ തമ്മിലുള്ള അടുപ്പം കൂടിക്കൂടി വന്നു. ഒടുവിൽ തപാൽ മാസ്റ്ററുടെ വീട്ടുകാരെ പറ്റി സംസാരിക്കേണ്ടി വരുമ്പോഴെല്ലാം അവളും അവരെ ചിരപരിചിതരെന്നുള്ള ഭാവത്തിൽ അമ്മ, ചേച്ചി, ചേട്ടൻ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. മാത്രമല്ല അവരുടെയെല്ലാം ഛായകൾ തോന്നിയ വിധത്തിലെല്ലാം അവൾ തൻ്റെ കൊച്ചു ഹൃദയപടത്തിന്മേൽ സങ്കല്പത്തിന്റെ സഹായത്താൽ വരച്ചു വയ്ക്കുക കൂടി ചെയ്തു കഴിഞ്ഞു. മഴക്കാലത്തിലെ മൂടലില്ലാത്ത ഒരു മധ്യാഹ്നം. നേരിയ ചൂടുള്ള ഒരു ഇളം കാറ്റ് വീശിക്കൊണ്ടിരുന്നു. നനഞ്ഞുകിടക്കുന്ന പുല്ലിലും വൃക്ഷലതാദികളിലും സൂര്യപ്രകാശം തട്ടുകയാൽ അവയിൽ നിന്നെല്ലാം ഒരു തരം പ്രത്യേകമായ ഗന്ധം പുറപ്പെട്ടുകൊണ്ടിരുന്നു. തളർന്നുപോയ ഭൂദേവിയുടെ തപ്തനിശ്വാസം ദേഹത്തിൽ വന്നു തട്ടുകയാണെന്ന് തോന്നും ആ മണമേറ്റാൽ. ദുർവാശിക്കാരനായ ഏതോ ഒരു പക്ഷി ആ നട്ടുച്ച നേരത്ത് പ്രകൃതി ദേവിയുടെ സന്നിധിയിൽ തനിക്കുള്ള ആവലാതികൾ അത്യന്തം ദയനീയമായ സ്വരത്തിലും ഒരേ ഒരു ഈണത്തിലും ആവർത്തിച്ച് ഉണർത്തിച്ചുകൊണ്ടിരുന്നു. തപാൽ മാസ്റ്റർക്ക് അപ്പോൾ വിശേഷിച്ചൊരു ജോലിയും ഉണ്ടായിരുന്നില്ല. മഴ നനഞ്ഞു മിന്നിത്തിളങ്ങുന്ന മാർദ്ദവമേറിയ തളിർത്തൊത്തുകളുടെ ചാഞ്ചാട്ടവും തൽക്കാലം തോറ്റു പിന്മാറിയ മഴയുടെ തകർന്നുപോയ കാറണികൾ വെയിലിന്റെ വെൺചായവും പൂശി ആകാശത്തിൽ അവിടവിടെ കുന്നുകുന്നായി കിടക്കുന്നതും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ആ മനോഹര ദൃശ്യങ്ങളിൽ കണ്ണും നട്ട് മൗനം പൂണ്ടിരിക്കുന്ന തപാൽ മാസ്റ്ററുടെ മനസ്സിൽ പെട്ടെന്നൊരാശ പൊന്തി വന്നു. ഈ സമയത്ത് എനിക്ക് ഏറ്റവും സ്വന്തപ്പെട്ട ഒരാൾ, എന്റെ ഹൃദയവുമായി ഒട്ടിപ്പിടിച്ചു നിൽക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സ്നേഹമൂർത്തിയായ ഒരു മനുഷ്യഹൃദയം എന്റെ സമീപത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ. തന്റെ മനസ്സിലുള്ള ഈ മോഹം തന്നെയാണ് ആ പക്ഷിയും വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നതെന്ന് ക്രമേണ അയാൾക്ക് തോന്നിത്തുടങ്ങി. തരുച്ഛായ നിറഞ്ഞ നിർജ്ജനമായ മധ്യാഹ്നത്തിലെ ആ പല്ലവ മർമ്മരങ്ങളുടെ അർത്ഥവും ഏകദേശം അതുതന്നെയായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു. നീളം കൂടിയ ഒഴിവു ദിവസത്തിൽ നിശബ്ദത നിറഞ്ഞ മധ്യാഹ്നത്തിൽ ഒരു ചെറിയ കുഗ്രാമത്തിലെ അല്പശമ്പളക്കാരനായ ഒരു സബ് പോസ്റ്റ് മാസ്റ്ററുടെ മനസ്സിൽ
ഇങ്ങനെയെല്ലാമുള്ള വിചാരങ്ങൾ പൊന്തി വരാറുണ്ടെന്നുള്ള വസ്തുത ആർക്കും വിശ്വസിക്കാനാവില്ല. ആരുമൊട്ട് അറിഞ്ഞിരിക്കയുമില്ല. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് തപാൽ മാസ്റ്റർ രത്നം എന്ന് വിളിച്ചു. രത്നം അപ്പോൾ പേരച്ചുവട്ടിൽ കാലും നീട്ടിയിരുന്ന് പച്ചപ്പേരയ്ക്ക കടിച്ചു തിന്നുകയായിരുന്നു. യജമാനന്റെ വിളി കേട്ടിട്ട് അവൾ ക്ഷണത്തിൽ ഓടിയെത്തി. ചേട്ടാ, ചേട്ടൻ എന്നെ വിളിച്ചോ എന്ന് കിതയ്ക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. നിന്നെ ഞാൻ കുറേശ്ശെ എഴുത്തും വായനയും പഠിപ്പിക്കാം എന്നായിരുന്നു തപാൽ മാസ്റ്ററുടെ മറുപടി. അന്നുച്ചയ്ക്ക് മുഴുവനും അയാൾ ആ ആ ഇ ഈ എന്നിങ്ങനെ ചൊല്ലിക്കൊടുത്ത് അവളെ അക്ഷരമാല പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവൾ കൂട്ടക്ഷരം വരെ പഠിച്ചു തീർത്തു. ശ്രാവണമാസം. ഇടതടവില്ലാത്ത മഴ. കുണ്ടുകളും കുഴികളും തോടുകളും പാടങ്ങളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു. തവളകളുടെ കരച്ചിലും മഴയുടെ അലർച്ചയും രാവും പകലും കേൾക്കാം. ഗ്രാമവീഥികളിൽ ഗതാഗതം നിലച്ച കൂട്ടത്തിലായി. വഞ്ചി കയറി വേണം ചന്തസ്ഥലത്തേക്ക് പോകാൻ എന്ന ഘട്ടം വന്നു. ഒരു ദിവസം അതിരാവിലെ മുതൽക്കു തന്നെ മഴ കോരിച്ചൊരിഞ്ഞു തുടങ്ങി. തപാൽ മാസ്റ്ററുടെ ശിഷ്യത്തി മുറിയുടെ വാതിൽക്കൽ വളരെ നേരമായി കാത്തു നിൽക്കുകയാണ്. അന്ന് പതിവ് പോലെ അവളെ ആരും വിളിക്കുകയുണ്ടായില്ല. നിന്ന് മുഷിഞ്ഞപ്പോൾ അവൾ കയ്യിൽ പുസ്തകവുമായി പതുക്കെ അകത്തേക്കു കടന്നു ചെന്നു. അവളുടെ ഗുരുനാഥൻ കട്ടിലിന്മേൽ കിടക്കുകയാണ്. വിശ്രമിക്കുകയായിരിക്കുമെന്ന് അവൾ കരുതി. കാലൊച്ച കേൾപ്പിക്കാതെ വന്ന വഴിയെ വീണ്ടും പുറത്തേക്ക് കടക്കുവാൻ ഭാവിച്ചു. പെട്ടെന്ന് രത്നം എന്ന വിളി അവളുടെ ചെവിയിലെത്തി. ക്ഷണത്തിൽ അവൾ പിന്തിരിഞ്ഞ് കട്ടിലിന്റെ സമീപത്തിൽ ചെന്ന്, എന്താ ചേട്ടാ, ചേട്ടൻ ഉറങ്ങുകയായിരുന്നു അല്ലേ എന്നു ചോദിച്ചു. എനിക്ക് സുഖമില്ല രത്നം, നോക്കൂ, എന്റെ നെറ്റി ഒന്ന് തൊട്ടു നോക്കൂ എന്നായിരുന്നു അതിന് തപാൽ മാസ്റ്ററുടെ ദീനസ്വരത്തിലുള്ള മറുപടി.